വോസ്ഡൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെന്നൈയിൻ എഫ്സിയിൽ പുതിയ താരങ്ങളെ ചേർക്കാനായുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഖാദേനോം ഒഹന്ധ്യ ഹാർഡർ പോലെയുള്ള താരങ്ങൾ അവരുടെ ടീമിൽ പ്രധാന പങ്കുവഹിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ടീമിൽ 2 പുതിയ താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വോസ്ഡയുടെ ചരിത്രത്തിലെ യുവ ഹാട്രിക് സ്കോറർ റുഹെ റിയൂണോയുടെ പങ്ക് ഇവിടെ പ്രധാനമായിരിക്കുകയാണ്. മുംബൈയെ പ്രതിനിധീകരിച്ച ജിറിയും നുവോ 150 അധികം മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വി.ഡി. ഓവർഷത്തിന്റെ പുതിയ സൈനിങ്ങുകളിൽ ഇമയോർ വ എന്ന സ്പാനിഷ് സെന്റർ ബാക്ക് ഉൾപ്പെടുന്നു. ജൊഡിവാർ ഓഹോവിൽ നിന്നുള്ള ഈ ഗുണമേന്മയുള്ള കളിക്കാരൻ ടീമിന് ശക്തി നൽകുന്നതാണ്. അതുപോലെ ഗ്രൈം ഊഘോ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ഒരു പ്രതിരോധകനായി മാറുകയുണ്ടായിരിക്കുന്നു. ജൊഡിവാർ ഓഹോവിൽ കളിച്ച ഗ്രൈൻ ഇപ്പോൾ മീഡി ഓവർഷത്തിന്റെ ഭാഗമാണ്. ജംഷഡ്പൂർ ഷെറയിൽ സ്പാനിഷ് മിഡ്ഫീൽഡർ ജാവി ഹെർണാണ്ടസ്, കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ ഗോൾകീപ്പർ അൽബിനോ ഗോമസ് എന്നിവരുടെ നിയമനം ശ്രദ്ധേയമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് യഹഗോയിൽ നിന്ന് നോവ സദോയ് 20 ഗോളുകൾ നേടിയ ഒരു താരമായിട്ടുള്ളത് ടീമിന് വലിയ കരുത്ത് നൽകുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ പുതിയ താരമായ ഗ്രെഗ് സ്റ്റുവാർട്ട് ഈ സീസണിൽ വോസ്ഡൽ പുതിയ വേരിയന്റ് നൽകുന്നതാണ്. ബ്രാൻഡൻ ഫെർണാണ്ടസ് 10 വർഷം യഹഗോയിൽ കളിച്ച ശേഷം മുംബൈ സിറ്റിയിൽ എത്തുകയാണ്. ഈ മാറ്റം വോസ്ഡയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നു. ഹൂഗോ ബോമസ് 30 ഗോളും 30 അസിസ്റ്റും നേടിയ താരമാണ്. ഈ സീസണിൽ ഒഡീഷ യുവയിൽ റോയ് കൃഷ്ണയുമായോ ഡിയാഗോ മൗറിഷിയോയുമായോ കളിക്കുന്നു. ഒഡീഷ യുവയുടെ കാൽറാനിയിൽ ഇന്ത്യക്കാരനായ സ്ട്രൈക്കർ റഹീം അലി ചെന്നൈ യുവയിൽ നിന്നും പുതിയ സൈനിംഗായാണ് എത്തുന്നത്. ഇത് ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കും.